ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, SH കോൺഗ്രിഗേഷനിലെ ഡോക്ടർ സിസ്റ്റർ അമല പുന്നക്കത്തറ തൻ്റെ ജീവിതത്തിലുണ്ടായ കർത്താവ് നൽകിയ വിജയത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പലവിധ കോഴ്സുകൾക്കായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പരീക്ഷയിൽ പരാജയപ്പെട്ട് നിരാശയിലിരിക്കുന്നവർക്കും ഇത് ഒരു വെളിച്ചമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സിസ്റ്ററിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ ഗൈനക്കോളജി ബിരുദാനന്തര ബിരുദം 2ാം വർഷം പഠിച്ചിരുന്ന സമയം ഡ്യൂട്ടിക്കിടയിൽ പഠിക്കാൻ ഒട്ടും സമയം കിട്ടിയിരുന്നില്ല. അതിനാൽ തന്നെ അധ്യാപകർ റൗണ്ട്സിന് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവും അറിയില്ലായിരുന്നു. പതിവ് പോലെ റൗണ്ട്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് വന്ന മാഡം എന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാൻ മാഡത്തെ നിരാശപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ പരീക്ഷയിൽ നിശ്ചയമായും തോൽക്കുമെന്ന് മാഡം എനിക്ക് മുന്നറിയിപ്പ് നൽകി. മാഡമാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഇന്റേണൽ എക്സാമിനറായി വരുന്നതെങ്കിൽ എന്നെ തീർച്ചയായും തോൽപ്പിക്കുമെന്നും പറഞ്ഞു. അത് കേട്ടതോടെ 1 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന പരീക്ഷയിൽ തോൽക്കുമെന്ന് ഞാൻ വിധിയെഴുതി. അങ്ങനെ ഭാരിച്ച ഹൃദയവുമായാണ് അന്ന് ചാപ്പലിലേക്ക് പോയത്. എന്നെ പരീക്ഷയിൽ തോൽപ്പിക്കണമെന്ന് മാഡം തീരുമാനിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്ത എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ചാപ്പലിലേക്ക് പ്രവേശിച്ചതും അവിടെ ബോർഡിൽ എഴുതിയിരുന്ന പ്രതിവചന സങ്കീർത്തനം ശ്രദ്ധിച്ചു. സാധാരണയായി ഞാനത് അത്ര ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്നാൽ അന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വചനം ഇങ്ങനെയായിരുന്നു: എൻ്റെ ദൈവം രാജാവായവൻ, ഭൂമിയിലെ എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളവൻ. അത് വായിച്ചു തീർന്നതും എൻ്റെ ഉള്ളിൽ കൃതജ്ഞതയുടെ തീയാളിക്കത്തി. അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും മേൽ, മാഡത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണ്. അവൻ്റെ മുൻപിൽ ആരും ഭയക്കേണ്ടതില്ല എന്ന ശക്തമായ ബോധ്യം ഉള്ളിൽ നിറഞ്ഞു. വാസ്തവത്തിൽ ആ നിമിഷം എൻ്റെ 2ാം വർഷ പഠന സമയത്തു തന്നെ 3ാം വർഷ പരീക്ഷയും ഞാൻ ജയിച്ചുവെന്ന് പറയാം. പിന്നീട് ഈ വചനമായിരുന്നു, ദൈവത്തിൻ്റെ ഈ വാഗ്ദാനമായിരുന്നു എൻ്റെ ശക്തി. ഈ വചനം സ്ഥിരമായി ഉരുവിടുകയും ഭിത്തിയിൽ ഒട്ടിച്ചു വയ്ക്കുകയും ചെയ്തു. ഒപ്പം കർത്താവേ, നീ നിന്റെ വാക്ക് പാലിക്കണേ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ സ്റ്റഡി ലീവ് തുടങ്ങിയപ്പോൾ എനിക്ക് പഠിച്ചു തീർക്കാൻ ആവുന്നതിലധികം പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും തോൽവിയെക്കുറിച്ചുള്ള ഭയം എന്നിൽ ശക്തമാവുന്നതുപോലെ. കർത്താവ് തന്ന വാഗ്ദാനം എന്നിൽ നിറവേറുമോ എന്ന് സംശയം മനസ്സിൽ നിറഞ്ഞു നിന്ന സമയം. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരിയുടെ ഒരു സന്ദേശം വാട്സാപ്പിൽ വന്നത്. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഇതായിരുന്നു വചനം. അത് വായിച്ചതോടെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഉറപ്പ് ലഭിക്കുന്നത് പോലെ തോന്നി. തുടർന്ന് തിയറി പരീക്ഷ ആരംഭിച്ചു. അതിനിടയിലാണ് പ്രാക്ടിക്കൽ എക്സാമിന് ഇന്റേണൽ എക്സാമിനറായി വരുന്നത് അന്നെന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ മാഡം തന്നെയാണ് എന്ന് ഞാൻ അറിഞ്ഞത്. വീണ്ടും ഭയവും നിരാശയും എന്നെ പിടികൂടി. ദൈവം തന്ന വാക്ക് അവൻ നിറവേറ്റുമെന്ന വിശ്വാസം എനിക്ക് ആശ്വാസം നൽകിയില്ല. വളരെയധികം ഭയത്തോടെ ആ പരീക്ഷയ്ക്കായി പോകാനൊരുങ്ങിയ എന്നോട് അന്ന് ദൈവം അത്ഭുതകരമായി സംസാരിച്ചത് അന്നത്തെ വിശുദ്ധ കുർബാനയിലെ പ്രതിവചന സങ്കീർത്തനത്തിലൂടെ. ദൈവം എന്നെന്നും തൻ്റെ ഉടമ്പടി ഓർമ്മിക്കും. ആ ധൈര്യത്തോടെ ഞാൻ പ്രാക്ടിക്കൽ എക്സാം എഴുതി. നല്ല മാർക്ക് നൽകി ദൈവം എന്നെ വിജയിപ്പിക്കുകയും ചെയ്തു. വാഗ്ദാനം നൽകുന്നവനും അത് പാലിക്കുന്നവനുമാണ് കർത്താവ്. അതിനായി നമ്മോടവിടുന്ന് ആവശ്യപ്പെടുന്നത് ഒന്നുമാത്രം: ആഴമായ വിശ്വാസം. എന്നാൽ നമ്മുടെ വിശ്വാസം ദുർബലമാണെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിനായും അവൻ അത്ഭുതങ്ങൾ ചെയ്യും. ഇനി പരീക്ഷാകാലമൊക്കെയാണ് വരാൻ പോകുന്നത്. പരീക്ഷയെ ഓർത്ത് ഒത്തിരി പേടിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും പറയട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ദൈവം സർവശക്തനാണ്. സെഫാനിയ 3:17 വചനം: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ഈ വചനം അങ്ങ് വിശ്വസിച്ച് ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ കൈവിടില്ല,
യെശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. വലിയ ഭയമൊക്കെ മനസ്സിലേക്ക് കയറിക്കൂടുമ്പോൾ ഈ വചനം വിശ്വാസത്തോടെ കുഞ്ഞുങ്ങളെ നിങ്ങളിതൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം നിറയും. വചനം ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. ജ്ഞാനം 9:10 ഇടയ്ക്കിടയ്ക്ക് ഏറ്റുപറഞ്ഞ് മക്കളൊക്കെ പ്രാർത്ഥിക്കണേ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ എന്ന് പഠിക്കുന്നതിന് മുമ്പ് ഈശോയോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ജ്ഞാനം 7:7 വചനം ഏതാണ്? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9 അധ്യായമൊക്കെ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ദിവസവും വായിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരു വചനഭാഗമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9 അധ്യായം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതെടുത്ത് വായിച്ചിട്ട് അങ്ങ് പഠിക്കുക. ഈശോ സഹായിക്കട്ടെ.